വീണ്ടും പഴയ ലെവലിലേക്ക് ജബ്രികൾ പോകുന്നുണ്ടോ? ശരണ്യ ഇന്ന് ഈ കാര്യം നോട്ടീസ് ചെയ്ത് പറയുന്നുണ്ട്. ഇത്തിരി ചീപ്പായിട്ടുള്ള വേലയാണ് അവർ കാണിക്കുന്നത്. ഗബ്രിക്ക് അറിയാം, ഗബ്രി ഡിസ്റ്റൻസ് ഇടുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ആര് പറഞ്ഞു കഴിഞ്ഞാലും ഈ ജാസ്മിൻ എന്തുകൊണ്ടാണ് കേൾക്കാത്തത് എന്ന് ശരണ്യ പറഞ്ഞു. ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരണ്യാണ് സ്കോർ ചെയ്യുന്നത്. ഇന്നത്തെ ദിവസം സത്യം പറഞ്ഞാൽ ഇവരുടെ 3 പേരുടെ എൻട്രി, നമ്മുടെ അൻസിബയുടെ, നിഷാനയുടെ, സുരേഷിൻ്റെ, ഇവരുടെ 3 പേരുടെ എൻട്രി അല്ലാതെ ഒരു വീഡിയോ ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നു. ഇതൊക്കെ പുറമേ ആയിട്ട് പിന്നീട് നടക്കുന്നത് ഈ പറയുന്ന ശരണ്യയുടെ ഒരൊറ്റ ഡയലോഗാണ്. ഈ ഡയലോഗാണ് കത്തി കയറുന്നത്. ഈ ഡയലോഗാണ് ഇന്നത്തെ ഡേ നല്ലപോലെ ആക്റ്റീവാക്കി വയ്ക്കുന്നത്. വേറെ ഒന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഡേയിലേ ഇല്ല. നിങ്ങൾക്ക് തോന്നിയത് എനിക്കറിയത്തില്ല, എനിക്കതാണ് തോന്നിയത്. പിന്നെ ഈ പറയും പോലെയുള്ള ടാസ്കുകളില്ല, കാര്യങ്ങളില്ല, വെറുതെ ഒരു ഡ്രൈ ഡേ മാതിരി പോവാണ്. അതിനിടയ്ക്ക് കുറച്ച് ജബ്രി കണ്ടന്റുകൾ അത്ര മാത്രമാണ്. ജബ്രി കണ്ടന്റ് പ്ലസ് ഈ പറയുന്ന ശരണ്യയുടെ സംഭവം മാത്രമേ ഇന്നുള്ളൂ. എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്? ഇന്നത്തെ ഡേ എന്തായിരുന്നു? ഇന്നത്തെ ജൂൺ 14-ാം തീയതിയിലത്തെ ബിഗ് ബോസ് സീസൺ 6-ന്റെ ഡേ 96-ലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മെയിൻലി ഇന്ന് രാവിലെ പാട്ടൊക്കെ കഴിയുന്നു. പാട്ടെല്ലാം കഴിഞ്ഞ് ഡയറക്റ്റ് തന്നെ അൻസിബ വരുന്നത് കാണിക്കുന്നുണ്ട്. അൻസിബയും റഷ്യയുമായിട്ടുള്ള കുറച്ച് സംസാരങ്ങൾ. അൻസിബ ഈ പറയുന്ന പോലെ റഷ്യ എടുത്ത് പുറത്ത് നല്ല സപ്പോർട്ടാണ്, ഞാൻ അവിടെ പോയിരുന്നു, ഇവിടെ പോയിരുന്നു, വെറുതെ നോർമൽ വിശേഷങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പുറത്ത് നിനക്ക് നല്ല സപ്പോർട്ടല്ലേ, ഇവിടെയുള്ള എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്, ഭയങ്കര കാര്യം. എനിക്ക് ഓഡിയൻസും എന്നെ ഇഷ്ടപ്പെടുന്നവർ എനിക്ക് സ്വർണ്ണമോതിരം വരെ വാങ്ങിച്ചു തന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ ആദ്യം സംസാരിക്കുന്നു. പിന്നീട് അഭിഷേകിനെ കൂടെ കൂട്ടി വിളിച്ചുകൊണ്ട് 3 പേരുടെ ഇരുന്ന് സംസാരിക്കുന്നു. ഓക്കെ, ഫൈൻ. പിന്നീട് ഉച്ചയ്ക്കാണ് നിഷാനയുടെ എൻട്രി വരുന്നത്. ഇവർ ഈ പറയുന്ന പോലെ ആക്ടിവിറ്റി ഏരിയയിലിരിക്കുമ്പോൾ നിഷാന അങ്ങോട്ടേക്ക് വരികയാണ്. അതിനുശേഷം വൈകിട്ട് 4:45 ഇവർ കണ്ണ് കെട്ടി കളിക്കുന്നു. അപ്പോഴാണ് സുരേഷിനെ ഒരു വെറൈറ്റി രൂപത്തിൽ ഈ പറയുന്ന കൺഫഷൻ റൂമിലേക്ക് വിളിച്ചുകൊണ്ട് അവിടെ എന്താ പറയുക കണ്ടസ്റ്റൻസിനോട് സംസാരിക്കുമെന്ന് പറഞ്ഞ് ബിഗ് ബോസ് സംസാരിക്കും പോലെ വോയിസ് ആയിട്ട് സംസാരിച്ച് പിന്നീട് വീട്ടിലേക്ക് വരുന്ന സുരേഷാണ്. അപ്പോൾ ഇത്രയാണ് മെയിൻ ഇൻസിഡൻറ്റിൽ നിന്ന് നടക്കുന്ന എൻട്രീസ്. ഇതൊക്കെ പുറമേ ആയിട്ട് ജാസ്മിനും ഗബ്രിയും കൂടി ഉച്ചയ്ക്കിരുന്നൊന്ന് സംസാരിക്കുന്നുണ്ട്. അതായത് ഗബ്രി ചോദിക്കുന്നുണ്ട്, നിനക്ക് വിശ്വാസം എന്നെയാണോ റസ്മിനെയാണോ? നിനക്ക് ഈ വീട്ടിൽ ആരെയാണ് ഏറ്റവും കൂടുതൽ വിശ്വാസം? എനിക്ക് നിന്നെയും റസ്മിനെയും. ഗബ്രി എന്നുള്ളൊരു പേര് മാത്രം പർട്ടിക്കുലർലി ജാസ്മിൻ പറയുന്നില്ല. എനിക്കിവിടെ ഏറ്റവും കൂടുതൽ വിശ്വാസം അത് നിന്നെയും റസ്മിനെയാണ്. അപ്പം ഈ പറയുന്ന പോലെ ഗബ്രി പറയുന്നത്, നീ പുറത്തിറങ്ങി പോകുമ്പോഴത്തേക്കും നീ ചിന്തിക്കാനുള്ള ഒരു കാര്യം, ആരെന്ത് പറഞ്ഞോട്ടെ, പോസിറ്റീവ്സ് നെഗറ്റീവ്സ് ഇത് രണ്ടും നീ എടുക്കണ്ട. പോസിറ്റീവ്സും എടുക്കണ്ട, നെഗറ്റീവ്സും എടുക്കണ്ട. അതായത് നെഗറ്റീവ്സ് എടുത്ത് നീ തലയിൽ വെക്കുകയും വേണ്ട, പോസിറ്റീവ്സ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നീ അഹങ്കാരം കാണിക്കുകയും വേണ്ട. നീ നിൻ്റെ ഫാമിലിയുടെ കൂടെ നിൽക്കുക, നിൻ്റെ ഫാമിലി എന്ത് പറയുന്നു അത് കേൾക്കുക, അവരുടെ കൂടെ നിൽക്കുക, ബാക്കി എല്ലാം കളയുക. അപ്പോൾ ജാസ്മിൻ പറയണം, അത് തന്നെയാണ് ശരി. അപ്പോൾ ഗബ്രി പറഞ്ഞു കൊടുത്തത് കറക്റ്റ് വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് സംഭവം. നീ ഫാമിലിയുടെ കൂടെ നിൽക്കുക. കാരണം അത് ഈ പറഞ്ഞ നിനക്ക് ജാസ്മിൻ്റെ അടുത്ത് ഈ നെഗറ്റീവും പോസിറ്റീവും ഒന്നും നീ മൈൻഡ് ചെയ്യേണ്ട, നീ നേരെ നിൻ്റെ വീട്ടുകാരെന്ന് പറയുന്നു അത് കേൾക്ക് എന്നുള്ള ലെവലാണ് ഗബ്രി പറഞ്ഞു കൊടുത്തത്. വളരെ നല്ല കാര്യം. പക്ഷെ അവിടെയൊക്കെ നല്ല രീതിയിലുള്ള കോൺവെർസേഷൻ വരുന്നുണ്ട്. രാത്രി ഇവരുടെ വീട്ടിലെ ഇമോഷൻസ് ആയിട്ടുള്ള മൊമെൻറ്റുകളൊക്കെ കാണിച്ചു കൊടുക്കുന്നു. ഇവരുടെ കരച്ചിൽ വീഡിയോയാണ് ആക്ടിവിറ്റി ഏരിയയിൽ കാണിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം എല്ലാവരും കരച്ചിലും വിളിയാണ്. ജിൻഡോയും ജാസ്മിനും ഒന്നിക്കുന്നു, സുഹൃത്തുക്കളെ കെട്ടിപ്പിടിച്ചെന്നുള്ള കരയുമാണ് 2 പേരും. പിന്നീട് രാത്രി ഇരുന്നിട്ടാണ് ജാസ്മിൻ പറയുന്നത്, എടാ ഇവിടെ എന്തൊക്കെയോ ഉണ്ട്, എനിക്ക് നീ പറയുന്ന കാര്യങ്ങൾ പിന്നെ കുറേയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, കുറേയൊക്കെ ഞാൻ മനസ്സിലാക്കാത്തതാണ്, പിന്നെ ഇവിടെ എന്തൊക്കെയോ നമ്മളെ കുറേ ഫാക്ടേഴ്സ് പിടിച്ച് നിർത്തുന്നുണ്ട് എന്നൊക്കെ രാത്രി ഗബ്രിയോട് ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഇപ്പം ലൈവിൽ അത് കാണാം. അപ്പോഴാണ് ഇതേ സമയം ശരണ്യ റൂമിലിരുന്നുകൊണ്ട് യമുന എടുത്ത് പറയുകയാണ്, ഇവരെന്താണ് ഇവിടെ കാണിക്കുന്നത്? ശരണ്യ സംസാരിക്കുന്നത്, എന്താണ് ഇവരിവിടെ കാണിക്കുന്നത്? ഇവർ ഒന്ന് മാറിയിരുന്നതായിരുന്നു. ഇപ്പം വീണ്ടും ഇങ്ങനെ. ഇന്ന് രാവിലെ ഞാൻ നോക്കിയപ്പോൾ ഇവർ ഡിസ്റ്റൻസ് ഇട്ട് നടക്കുന്നുണ്ടായിരുന്നു. വീണ്ടും പഴയതുപോലെ അവൾ തോളി ചാരി കിടക്കുന്നു. അവിടെ അവളുടെ വീട്ടുകാർ വന്ന് പറഞ്ഞിട്ട് പോലും ഒരു വിലയില്ലേ അതിന്. എല്ലാവരും പറഞ്ഞിട്ട് ഒരു വിലയും കൽപ്പിക്കാത്ത എന്താണിത്? ഗബ്രി തിരിച്ചു വന്നു. ഓക്കെ, തുടക്കത്തിൽ ഇവർ ഇത്തിരി ഒരു ഇതായിരുന്നു. ഓക്കെ, പിന്നീട് ഇപ്പം നോക്ക് എന്ത് ചീപ്പാണോ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? വീണ്ടും അവൻ്റെ തോളി ചാരി കിടന്നിട്ട്. അപ്പോൾ യമുന, ചീപ്പാണ്, എനിക്കെന്ത് ഞാൻ ഇത് പറയേണ്ട, എനിക്കൊന്നും പറയാനില്ല എനിക്കിതിന്. അപ്പോൾ വീണ്ടും ശരണ്യ, ഗബ്രിക്ക് അറിയാം, ഗബ്രി പുറത്ത് പോയതാണ്, ഗബ്രിക്ക് അറിയാം. അപ്പം മനഃപൂർവ്വം ഇവർ എന്തിനാണ് വീണ്ടും നെഗറ്റീവ് ഉണ്ടാകുന്നത്? അതുകൊണ്ടാണ് ഗബ്രി ഇത് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നത്. ഡിസ്റ്റൻസ് ഇട്ടാണ് നിന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ വീണ്ടും മാറി. അപ്പോൾ ഇവരായിട്ട് തന്നെയാണ് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത് എന്ന് ശരണ്യ പറയുന്നുണ്ട്. ശരണ്യ ഈ പറയുന്ന ഒപ്പീനിയൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സത്യം തന്നെയാണ്. വീണ്ടും അവരവരെ പഴയ ലെവലിലോട്ട് പോയി നെഗറ്റീവ് വാങ്ങിക്കാതിരിക്കാനാണ് ശരണ്യ പറയുന്നത്. പക്ഷേ ഇത്രയും നെഗറ്റീവ്
ഒരു 99% നെഗറ്റീവായിട്ട് ഈ 1% പോസിറ്റീവ് ഉണ്ടാക്കിയിട്ട് എന്തോ ചെയ്യാൻ ആളുകൾ അത് ഏറ്റെടുക്കുമോ? അത് ഏറ്റെടുക്കത്തില്ല. അത് വേറൊരു കാര്യമാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ റീ എൻട്രി വന്ന ആളാണ്. അപ്പോൾ ഇനി റീ എൻട്രിക്ക് നമ്മൾ കണ്ടസ്റ്റൻസ് വരുമ്പോൾ അവരുടെ അടുത്ത് ഒരു വകുപ്പും ഒരു പുല്ലും മുണ്ണാക്കം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവർ എന്തോ കാണിക്കട്ടെ. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു വളരെ ലിമിറ്റഡ് ആയിട്ടാണ് അവർ സംസാരിച്ചുകൊണ്ടത്. ഇന്ന് നേരെ എൻ്റെ ഓപ്പോസിറ്റായിട്ട് ലിമിറ്റ് ക്രോസ് ചെയ്തുകൊണ്ട് പഴയ ലെവലിലേക്ക് പോയി. അത് നല്ലപോലെ അവർക്ക് നെഗറ്റീവ് അടിക്കും. ഇന്നലെ ഞാൻ പറഞ്ഞു നല്ല രീതിക്ക് ഈ പറഞ്ഞ പോലെ ഗബ്രിയുടെ വരവ് ജാസ്മിനിൽ മാറ്റം ഉണ്ടാക്കും. അവരൊരു ഡിസ്റ്റൻസ് ഇടുന്നുണ്ട്, നല്ല ലെവലിൽ സംസാരിക്കുന്നു, ഒരു ഫ്രണ്ട്ഷിപ്പ് ലെവലാണ് പോകുന്നത്. ഇന്ന് നേരെ തിരിഞ്ഞ് പഴയ അവസ്ഥയിലോട്ടായി. അപ്പം ഒന്നും പറയാനില്ല, അതിനപ്പുറമായിട്ട് ഒന്നും പറയാനില്ല. രാത്രി ഇത് തന്നെയാണ് ഡിസ്കഷൻ. അതിനുശേഷം വീഡിയോ ഒക്കെ കണ്ട് എല്ലാവരും കരുതിയാണ് ജാൻമണി എൻ്റെ പൊന്നെ മരണ വീട് കണക്ക് കിടന്ന് കരയാണ്. ഞാൻ പോകേ നാളെ വന്ന്. അപ്പം പൂജ അത് അങ്ങനെയാണ് ജാൻമണി. ജാൻ അടുത്ത വർഷമാകുമ്പോൾ വേറെ ആൾക്കാർ വരും. അപ്പോൾ എനിക്ക് വന്നിട്ട് എൻ്റെ വീടിക്ക് ഞാൻ എപ്പടി പോട്ട് ഞാൻ പറഞ്ഞു ശ്രീധുവിൻ്റെ സൗണ്ട് ആയില്ല എപ്പോഴും ഞാൻ എങ്ങനെ പുറത്ത് പോകും, എനിക്ക് പോകാൻ പറ്റില്ല. അവിടെ എനിക്ക് അത്രത്തോളം ഓർമ്മകളുണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ ജാൻമണി അങ്ങോട്ട് കരച്ച് സ്റ്റോർ റൂമിൽ കിടന്ന് കരച്ചിലും വിളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരണ വീട്ടിലൊക്കെ എന്താ പറയുക ഭയങ്കര വിഷമിച്ച് നിൽക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരത്തില്ല. അപ്പോൾ അവരിങ്ങനെ വഴിയിൽ വരുന്ന വഴിക്ക് ഇങ്ങനെ തറയിൽ ഇരുന്നിരുന്ന് മറിഞ്ഞ് വീഴും. നമ്മളിങ്ങനെ സിനിമാസിലൊക്കെ കണ്ടിട്ടില്ലേ, റിയൽ ലൈഫിലല്ല സിനിമാസിൽ. അതേ സെയിം സാധനം. ജാൻമണി അയ്യോ തട്ടി മറിഞ്ഞ് വീഴുന്നു, അയ്യോ പൂജ വിളിച്ചെഴുന്നേപ്പിക്കുന്നു, വീണ്ടും അയ്യോ. ഇത് തന്നെ ജാൻമണി കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഇന്നത്തെ ഡേ നടന്ന സംഭവങ്ങൾ. ഇതൊക്കെ മേലെയായിട്ട് ഒന്നുമേ ഇന്നത്തെ എപ്പിസോഡിലില്ല. എല്ലാവരും ആ വീഡിയോ കണ്ടതിന് ശേഷം ഇത്രയും സംഭവങ്ങൾ, ഇന്ന് കരച്ചിലിൻ്റെ വീഡിയോ ആണ് കാണിച്ചു കൊടുത്തത്, ഇത്രയും സംഭവങ്ങൾ ഈ വീട്ടിൽ നടന്നോ എന്നുള്ള കാര്യമാണ് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇനി നമുക്ക് ഉള്ളത് നാളെ ഒരേ ഒരു ദിവസത്തെ ലൈവാണ്. എൻ്റെ കൂടെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഇനിയും കൂടെ ഉണ്ടാവണം. ബിഗ് ബോസ് തീരുമ്പോൾ നിങ്ങളെല്ലാവരും അൺസബ്സ്ക്രൈബ് അടിച്ച് പോകരുത്, എല്ലാവരും കൂടെ ഉണ്ടാവണം. ബിഗ് ബോസ് ഹിന്ദിയുടെ അപ്ഡേറ്റുകൾ റിവ്യൂ, തമിഴിൻ്റെ അപ്ഡേറ്റുകൾ റിവ്യൂ, ബാക്കി എനിക്കറിയാവുന്ന ഭാഷകളുടെ വല്ലോ അപ്ഡേറ്റിനും റിവ്യൂ, പിന്നെ എനിക്ക് റിയാക്ട് ചെയ്യേണ്ട സംഭവങ്ങളുണ്ടാവും ബിഗ് ബോസിൻ്റെ. അതൊക്കെ ആയിട്ട് ഞാൻ ആക്റ്റീവ് ആകും. നാളെ ഒരു ദിവസത്തെ ലൈവ് നമുക്കുണ്ട്. നാളെ ഈ സമയമാകുമ്പോൾ ലൈവൊക്കെ ക്ലോസ് ആവും, ലൈവൊന്നും കാണത്തില്ല. നാളെ പെർഫോമൻസ് ഡേ ആണ്. കണ്ടസ്റ്റൻസ് നമ്മുടെ അവിടെയുള്ള കണ്ടസ്റ്റൻസിൻ്റെ സ്റ്റേജിലുള്ള പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റുകളും വിശേഷങ്ങളും ഒക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. അതെന്തായാലും രാവിലെ അതിനെ അറിയാൻ പറ്റും. നാളെ രാവിലെ തന്നെ തുടങ്ങും പെർഫോമൻസ് ഷൂട്ടുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വരാം. അപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം, നിങ്ങളുടെ ഫ്രണ്ട്സിനെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്കറിയാം ഈ സീസൺ 6 ഏറ്റവും കൂടുതൽ അപ്ഡേറ്റുകൾ എനിക്ക് തോന്നുന്നു ഏറ്റവും വേഗത്തിൽ എത്തിച്ചത് ഞാനാണ്. അത് ഞാൻ ഒരു ക്രെഡിറ്റ് പോലെ പറയുന്നതല്ല, പക്ഷേ ദാറ്റ്സ് എ ക്രെഡിറ്റ്, അതൊരു ക്രെഡിറ്റ് തന്നെയാണ്. ഞാൻ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി നിങ്ങളെ എത്തിച്ചു. എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ കാര്യങ്ങളിൽ മാത്രമാണ് എന്തോ ഒരു പെശകം എന്നുള്ള, ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ വ്യക്തമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരും സീസൺ കഴിയുമ്പോഴത്തേക്കും അൺസബ്സ്ക്രൈബ് അടിച്ച് പോകരുത്. കട്ടയ്ക്ക് നിങ്ങൾ കൂടെ ഉണ്ടാവണം. കാരണം ബിഗ് ബോസിനെ കുറിച്ച് എനിക്കിനി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഒത്തിരി തീർന്നില്ല. ബിഗ് ബോസ് ഇവിടെ തീർന്നെങ്കിൽ ഇതിൻ്റെ ഒത്തിരി കോൺട്രവേഴ്സീസ് ഇതിൻ്റെ ഇടയിൽ കൂടി നടന്നു വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ കാര്യങ്ങളും പിന്നെ എനിക്കൊരു എന്താ പറയുക കുറേ സംഭവങ്ങളിലൊക്കെ റിയാക്ട് ചെയ്യണം. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് എൻ്റെ അഭിപ്രായങ്ങൾ ഒപ്പീനിയൻസ് ഒക്കെ കാണാൻ നിങ്ങളുണ്ടാകണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.